it's me Tafsira again. Welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സേവ് ദ ഡേറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. സേവ് ദ ഡേറ്റിലും ഇത് യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഫ്രെയിമായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഹേർഡ് ഷേപ്പും പിന്നെ അതുപോലെ ലെറ്റേഴ്സും പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെയുള്ള വുഡ് ക്ലിപ്പുകളാണ്. ഓക്കെ, അപ്പോൾ വുഡ് ക്ലിപ്പുകളും ലെറ്റേഴ്സും ഏതൊക്കെ ലെറ്റേഴ്സും ആണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതായത് നമുക്ക് ഇപ്പോൾ നെയിം വെച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയിമിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട് ആ ലെറ്റേഴ്സിനനുസരിച്ച് നമുക്ക് ക്ലിപ്പുകളും വേണം, ഹേർഡ് ഷേപ്പുകളും വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളത് കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് പിൻട്രസ്റ്റിൽ പോവാം. അതിൽ സെർച്ച് ബാറിൽ ഞാനിവിടെ ഹേർഡ് ഷേപ്പ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഹേർഡ് ഷേപ്പുകൾ കിട്ടും. അതിലൊരെണ്ണം ഞാൻ ചൂസ് ചെയ്തു, ഡൗൺലോഡ് ഇമേജ് കൊടുത്തു. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. പിന്നെ വീണ്ടും സെർച്ച് ബാറിൽ ഞാൻ കൊടുക്കുന്നത് സ്ക്വയർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുള്ളൂ, അത് സെർച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താഴെ നമുക്ക് പല സ്ക്വയർ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള സ്ക്വയറിൻ്റെ ഒരു പിക്കാണ്. അതും ഞാൻ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു. അങ്ങനെ ഡൗൺലോഡായി. ഇനി നമുക്ക് ക്യാൻവയിൽ പോവാം. ക്യാൻവ ഓപ്പൺ ചെയ്യുക. അതിൽ ഞാനിത് A5 ഡോക്യുമെൻ്റ് എടുക്കുന്നുണ്ട്. A4 അല്ലെങ്കിൽ A5 എടുക്കുക. ഓക്കെ, അപ്പോൾ അതെടുത്തതിന് ശേഷം ഓക്കെ ലോഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് നമ്മൾ ആ സ്ക്വയർ ഡൗൺലോഡ് ചെയ്തെടുത്തല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ടു പേജ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത്രയും മതി. നമ്മുടെ അല്ല, നെയിമിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ആർക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ നെയിമിനനുസരിച്ചിട്ട് എത്ര കോളം, അതായത് എത്ര സ്ക്വയർ കോളം വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമുക്കത് വലുതാക്കി കൊടുക്കാം. പിന്നെ ഞാനിത് താഴെ ടെക്സ്റ്റിൽ പോയിട്ട് ആ സ്പെല്ലിങ് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് കാണിച്ചു തരുന്നതിൽ എ മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം പിന്നെ നിങ്ങൾക്ക് നെയിം എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്പെല്ലിങ് ചെയ്യാനാണ്. പിന്നെ ഗാലറി പോയിട്ട് ഞാൻ ഹേർഡ് ഷേപ്പ് എടുത്തു. എന്നിട്ട് നമുക്ക് മുകളിൽ പ്ലസ് ഉണ്ടല്ലോ, പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പിന്നെ വീണ്ടും കിട്ടും. അപ്പോൾ സ്പെല്ലിങ്ങിനനുസരിച്ച് നമ്മുടെ നെയിമിൻ്റെ സ്പെല്ലിങ്ങിനനുസരിച്ച് ഹേർഡ് ഷേപ്പും ക്ലിപ്പുകളും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ജൂട്ട് ത്രെഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ജൂട്ട് ത്രെഡും യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ത്രെഡാണ്, അതും യൂസ് ചെയ്യലുണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു ജൂട്ട് ത്രെഡ് പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അതൊരു ഭംഗി കിട്ടിയില്ല. അപ്പം നമ്മൾ ഈ നോർമലി യൂസ് ചെയ്യുന്ന ഈ ഒരു ജൂട്ട് ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ലുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ടെടുക്കാം ജൂട്ട് ത്രെഡ്. ഓക്കെ, പിന്നെ നമുക്ക് വുഡ് ക്ലിപ്പുകളും നെയിമിൻ്റെ സ്പെല്ലിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലിപ്പുമ്മൽ ഹെഡ് ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫേവിക്കോൾ യൂസ് ചെയ്താൽ മതി. ഫേവിക്കോൾ വെച്ചിട്ട് തന്നെ അപ്പോൾ നമുക്ക് ഫേവിക്കോൾ ഒട്ടിച്ചു കൊടുക്കാം. ഫേവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹെഡ് ഷേപ്പ് ഇതിമ്മൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഈ രീതിയിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാ ക്ലിപ്പുമ്മലും ഇതുപോലെ ഹെഡ് ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വെക്കുക. ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മുടെ പരിപാടി തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രെയിം എടുക്കാം. അപ്പോൾ ഫ്രെയിം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജൂട്ട് ത്രെഡുമേ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെറ്റർ എടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്ററും, അതായത് ഓരോ ലെറ്ററും പിന്നെ അതുപോലെ ഈ ജൂട്ട് ത്രെഡും രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് വേണം നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ ഡിഫറെൻറ്റ് ഗ്യാപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കരുത്. കാണുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം, ഇങ്ങനെ കാണുമ്പോൾ തോന്നണം കേട്ടോ. അപ്പോൾ സേവ് ദ ഡേറ്റിനാകുമ്പോൾ ഇത്രയും ഗ്യാപ്പ് കൊടുക്കാം. നമ്മൾ ഫ്രെയിമിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും ഗ്യാപ്പ് നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് അടുപ്പിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് സേവ് ദ ഡേറ്റിലാകുമ്പോൾ ഇങ്ങനെയും ചെയ്യാമെന്നുള്ളത് കാണിച്ചെന്നാണ്. ഫ്രെയിമിലാവുമ്പോൾ ഞാൻ കുറച്ച് അടുപ്പിച്ചിട്ട്
ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രെയിം എടുക്കാം. അപ്പോൾ ഫ്രെയിമിൽ ആദ്യം ഇതുപോലെ ഈ ചരട് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ബാക്കിലോട്ട്. ഓക്കെ, ടൈറ്റാക്കിയിട്ട് ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഗ്ലാസ് ഫ്രെയിമിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില ഫ്രെയിമുണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉള്ള ഫ്രെയിമുകളുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്ലാസ് ഫ്രെയിം യൂസ് ചെയ്യാം. അപ്പോൾ നോർമലി ഉള്ള ഫ്രെയിമിൽ ഗ്ലാസ് ഇല്ലാതെയാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ടിത് അതുപോലെ അടുപ്പിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വലിയ നെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു ലെയർമത്ത് തന്നെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിമിലോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ക്ലിപ്പുകൾ താഴ്ത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഫോട്ടോ ആഡ് ചെയ്യാം, എന്തെങ്കിലും കോഡ്സ് ആഡ് ചെയ്യാം, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഐഡി വെച്ചിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാനിത് ഇതുപോലെയുള്ളൊരു കോഡ്സാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സേവ് ദ ഡേറ്റിന് എടുത്തിട്ടുള്ളൊരു കാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ ഫേവിക്കോളൊന്ന് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മേടിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ. ഈ 4 വശത്തും ഇതുപോലെ, 4 വശത്തല്ല പിന്നെ സെൻറ്ററിലും പിന്നെ 4 വശത്തും നമുക്ക് ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 ഭാഗത്ത് മാത്രം ഒട്ടിച്ചിട്ട് കാണിച്ചു തരികയാണ്. പിന്നെ ഇതും ഡബിൾ സൈഡ് ടാപ്പാണ്. പക്ഷേ ഇത് കട്ടില്ലാത്തത് വെച്ചിട്ട് ചെയ്യരുത്. കട്ടുള്ളത് മാത്രം വെച്ചിട്ട് ചെയ്യുക. അപ്പോഴേ ഒരു 3D എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ സ്റ്റിക്കറും നമുക്ക് അതിനടുപ്പിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ കപ്പിൾസിൻ്റെ നെയിമൊക്കെയാണ് കൊടുത്തിട്ടെങ്കിൽ കപ്പിൾസിൻ്റെ ഫോട്ടോ കൊടുക്കാം. ബേബിയുടെ നെയിമൊക്കെ ആണെങ്കിൽ ബേബിയുടെ ഫോട്ടോ കൊടുക്കാം. സ്റ്റിക്കേഴ്സ് അതിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കുന്നില്ല. അപ്പോൾ ഫോട്ടോ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ഇതുപോലൊരു സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ആ ഒരു നെയിം വെച്ചിട്ടുള്ള ആ ഒരു ഹാങ്ങിങ് സംഭവമാണ് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പണിയാണെന്നുണ്ടെങ്കിൽ ഒരു പണിയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും എനിക്ക് ഇൻസ്റ്റയിൽ ഒന്നൊരു ഫോട്ടോ അയച്ചു തരാം കേട്ടോ. ഞാൻ സ്റ്റോറി ആയിട്ട് ഇടാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഇത് ഞാൻ അത് വെച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ് നമുക്ക് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.